കാലാവസ്ഥാ മാറ്റം നേരിടാൻ വികസിത രാജ്യങ്ങൾ പിച്ചക്കാശ് നൽകി കൈകഴുകിയെന്ന് കടുത്ത വിമർശനം. അസർബൈജാനിലെ ഉച്ചകോടിയിൽ കാലാവസ്ഥാ മാറ്റത്തിൽ ആഘാതങ്ങൾ നേരിടുന്ന അവികസിത വികസ്വര രാജ്യങ്ങൾക്ക് വർഷം $30,000 കോടി വീതം നൽകുമെന്നായിരുന്നു തീരുമാനം. എന്നാൽ ഇത് എലോൺ മസ്കിന്റെ ആസ്തിയേക്കാൾ കുറഞ്ഞ തുകയാണ് എന്നാണ് വിമർശനം. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെ നഷ്ടം 60,000 കോടി രൂപയായിരുന്നു. ഇപ്പോൾ വയനാട്ടിൽ 2-3 വാർഡുകളെ മാത്രം ബാധിച്ച ദുരന്തത്തിന്റെ നഷ്ടം 1,500 കോടി രൂപയും. ഇത് കേരളത്തിലെ മാത്രം കഥയാണെങ്കിൽ ആഫ്രിക്കയിൽ വർഷം തോറും 10,000-ങ്ങളാണ് കാലാവസ്ഥാ ദുരന്തത്തിൽ മരിക്കുന്നത്. സഹസ്ര കോടികളുടെ വസ്തുവകകളാണ് നശിക്കുന്നത്. കടൽ തീരങ്ങളിൽ തടയണ കെട്ടാനും മലകളിൽ പുതിയ വെള്ളപ്പാത്തികൾ നിർമ്മിക്കാനുമൊക്കെ സഹസ്ര കോടികൾ വേണം. ലോകത്തെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ 80% നടത്തുന്ന വികസിത രാജ്യങ്ങളാണ് പരിഹാരമുണ്ടാക്കേണ്ടത്. അവരാണ് 2030 ആകുമ്പോഴേക്കും വർഷം $300 ബില്യൺ വീതം കൊടുത്തേക്കാമെന്നും തീരുമാനിച്ചത്. ഇതാണ് ലോകമെങ്ങും കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യയും നയരേഖയെ തള്ളിപ്പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളുടെ കൂമ്പാരമാണെന്നും ഇത് അംഗീകരിച്ചാൽ ലോകത്തെ 90% ജനതയെയും തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നും ഇന്ത്യൻ പ്രതിനിധി ചാന്ദിനി റെയ്ന പറഞ്ഞു. ആയിരക്കണക്കിന് ഹെക്ടർ വനം ഇല്ലാതായ ആമസോൺ മഴക്കാടുകൾ ഉണങ്ങിയ ബ്രസീലിനി ഈ കൂട്ടായ്മയുടെ ഭാഗമാകാനില്ലെന്നുവരെ കടത്തി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.